ഈ ബ്ലൗസ് നല്ല ലൂസ്, റെഡിമെയ്ഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. അടുത്തിവിടെ ഏതെങ്കിലും ടൈലർ ഷോപ്പിൽ ഒന്ന് കൊണ്ടുപോകുമോ? ഒന്ന് ഓൾട്രേഷൻ ചെയ്യണം. ഞാനെന്താ നിന്റെ പണിക്കാരനോ? നീ പറയുന്നിടത്തേക്കൊക്കെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ? ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് നീ തന്നെ ചെയ്തോളാം. ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, എനിക്ക് അതിനൊന്നും സമയമില്ല. ഈ ഒരു പരിപാടി ഉണ്ട്. ഇവിടുന്ന് ഇപ്പൊ എങ്ങനെയാ പോവുക? ഒരു ഓട്ടോ പോലും ഇവിടെ കിട്ടില്ല. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ദൂരം കൂടുതലാണ്, ഈ കുന്നിന്റെ മേലേക്ക് ഞങ്ങൾ കയറില്ല. ഏട്ടൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഓൾട്രേഷൻ കഴിയുമ്പോൾ വന്നാ മതി. നിനക്ക് എന്താടി പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? നിനക്ക് വേണ്ടി കളയാൻ എന്റെ കയ്യിൽ സമയമില്ല. നിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടെങ്കിലേ എന്റെ കാര്യങ്ങളൊക്കെ നീ വന്ന് ചെയ്തു തരുമോ? ഇതെന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചൂടെ? അതോ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാനെന്താ ജോക്കറോ? 24 മണിക്കൂർ ഇങ്ങനെ ഇളിച്ചോണ്ട് നടക്കാം നിന്റെ മുന്നിൽ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കിതിന് ഇഷ്ടമില്ലാന്ന്? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മനുഷ്യനൊന്ന് സമാധാനത്തോടെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വരല്ലേ. ഞാൻ എപ്പോ സംസാരിക്കാൻ വന്നാലും എന്നോട് ഇങ്ങനെ തന്നെയാണല്ലോ പെരുമാറുന്നത്. എല്ലായിടത്തും എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? അല്ലെങ്കിലും വർക്കൊന്നും ഫോണിലല്ലല്ലോ ചെയ്യുന്നത്, ലാപ്ടോപ്പിലല്ലേ. പിന്നെ എന്തപ്പോ ചെയ്തോണ്ടിരിക്കണേ? ഞാൻ എന്താണ് ഫോൺ ചെയ്യുന്നത് നിന്നെ ബോധിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ ഇപ്പൊ ഇവിടെ വന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം പറയാനല്ലേ? ഞാൻ ഓട്ടോ വിളിച്ചുതരാം. ഏതായാലും പോയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പതുക്കെ വാ. എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു തവണ പോലും എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഓട്ടോ വിളിച്ചു തന്നു, നീ പോയിട്ട് വന്നും പറഞ്ഞിട്ട്. പിന്നെ എവിടേക്ക് പോകണമെങ്കിലും ഇതുപോലെ എന്നെ ഒന്നുകിൽ അമ്മേൻ്റെ കൂടെ പറഞ്ഞയക്കും, അല്ലെങ്കിൽ തനിയെ പോകാൻ പറയും. എല്ലായിടത്തേക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതിനേക്കാളും വേഗം കല്യാണം കഴിക്കട്ടെ. എനിക്കിപ്പോ അങ്ങനെ തന്നെയാ തോന്നുന്നത്, വെറുതെ മനുഷ്യന്റെ ജീവിതം കളയാൻ വേണ്ടിയിട്ട്. അതെ, എനിക്കുള്ള ചായ എടുത്തോണ്ടോ? അതിന് ഞാൻ വേറെ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണ്ട ഒരു ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെന്താ ഞാനിവിടെ ഉള്ളാലും നിനക്കറിയില്ല? സാധാരണ നീ ഇങ്ങനല്ലല്ലോ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും പുറകെ വരുന്നല്ലേ. എന്നാൽ ഇന്ന് മുതൽ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. നിങ്ങളുടെ പുറകെ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചോ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ നീ പ്രതികാരം തീർക്കാൻ നിൽക്കുകയാണോ? ഞാനെന്തോ ഒരു ദേഷ്യത്തിന് നിന്നോട് അങ്ങനെ സംസാരിച്ചെന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് നിന്നോട് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. എന്ന് വെച്ചിട്ട് നിനക്ക് വേണ്ടത് മാത്രം നീ ഇവിടെ ചെയ്യുള്ളൂന്നാണോ? എനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലാന്നാ? അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്തിനു ചെയ്തു തരണം? നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് താലി കെട്ടി നമ്മൾ ഇവിടെ രണ്ടാളും താമസിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശല്യം. എങ്ങോട്ടെങ്കിലും കൂടെ വരാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ എല്ലാം ഒരുക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം എന്താ? ആ ഹലോ. ആ ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. ഇല്ലമ്മേ, എങ്ങോട്ടും പോകാനൊന്നുമില്ല, ഫ്രീയാ. ആ അവിടെ ഉണ്ട്. ഞാന് നോക്കട്ടെ, നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാം. ആ അച്ഛൻ വന്നോ? ആ ആരാ, അമ്മയാണോ? ആ അമ്മ ശരി. ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്നതില് നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അത് വേറൊന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് ഇയാളുടെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറയാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോ വേറൊന്നുമല്ല, നമ്മുടെ കല്യാണത്തിന് മുമ്പേ എനിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിട്ട് നമ്മൾ വേറെ ലൈഫിലേക്ക് വരുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അതങ്ങ് മനസ്സിന്ന് പോകുന്നില്ല.
ഇയാൾ അക്സെപ്റ്റ് ചെയ്യാനേ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അവളുടെ വീട് ഇവിടെ അടുത്താ. അവളുടെ ഹസ്ബൻഡിന് വേറെ എവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ മറക്കാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ അതങ്ങനെ മനസ്സൊന്നും പോകുന്നില്ല. അവള് നിന്നെ പോലെ ഒന്നുമല്ല, നല്ല സ്മാർട്ടാ, നല്ല സുന്ദരി. പിന്നെ സംസാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ചോണ്ടേയിരിക്കും. നല്ല രസാ കുറെ നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. ഓ, അപ്പൊ നിങ്ങളുടെ കാമുകയെ മറക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം വേണം. അതുവരെ ഞാനിവിടെ വെറും അഡ്ജസ്റ്റ്മെന്റ് വൈഫായിട്ട് ജീവിക്കണല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജീവിച്ചോ. ഇനിയിപ്പോ കുറച്ച് ദിവസം വീട്ടിൽ ചെന്ന് നിൽക്കണമെങ്കിൽ വീട്ടിൽ ചെന്നിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുക. ഇയാളുടെ ഫ്രീഡത്തിലൊന്നും ഞാൻ കൈയിടാൻ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ മാരീഡ് ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നാണ്. നീ ഇങ്ങനെ ഒരു ഭാര്യന്റെ അവകാശവും അധികാരമൊക്കെ എടുത്തിട്ട് എന്റെ പുറകെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ എന്റെ റോൾ എന്താണ് ഇവിടെ? നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് മാറി നിൽക്കുന്ന ഒരു പണിക്കാരനെ പോലെ ഞാൻ ഇവിടെ ജീവിക്കണമെന്നാ? അതിനു വേണ്ടിയാണോ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. പറ്റികൾ മനസ്സിലാക്ക്. ഇതിലാണ് ഇപ്പൊ മോളെ എന്നെ ഇപ്പൊ തന്നെ വരണമത്ത് വിളിച്ചു വരുത്തിയത്. ഞാൻ വിചാരിച്ചു എന്തോ വലിയൊരു കാര്യമായിരിക്കുന്നു. ഇത് അമ്മയ്ക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല? അതിനവൻ ഇപ്പൊ ആരെയും പ്രേമിച്ച് നടക്കുന്നില്ലല്ലോ മോളെ. അത് കല്യാണത്തിന് മുൻപല്ലേ. ഇപ്പൊ അവന്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് തുറന്നും പറഞ്ഞു. പിന്നെ എന്താ കുഴപ്പമുള്ളത്? അമ്മയ്ക്ക് അറിയോ, മാസങ്ങളെ എന്നോട് സംസാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു തന്നെ ഇങ്ങോട്ട് ദേഷ്യത്തോടെ മറുപടി പറയും. ഞാൻ എന്താ ചെയ്യണ്ടേ? എടി, ചില ആണുങ്ങൾ അങ്ങനെ തന്നെയാണ്. അവരിപ്പോ എല്ലായ്പ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. നീ നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ കാണുന്നില്ലേ? എന്നോട് എപ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കില്ലുണ്ടോ? അത് ആരോടെയും പ്രേമം ഉണ്ടായിട്ടാ? അത് അങ്ങനെയാണ് ചില ആൾക്കാര്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൻ ഒരു പ്രശ്നവും കാണുന്നില്ല. പിന്നെ നീ അവരെന്തെങ്കിലും ചെറുതായിട്ട് പറയുക ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് ചാടിക്കടിക്കാൻ അങ്ങോട്ട് പോയാലോ? ഒരു കാര്യം ചെയ്യും മോളെ, അവനോടൊന്ന് സ്നേഹത്തോടെ മയത്തോടെ ഒക്കെ പെരുമാറ്. അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ അവനങ്ങ് മാറിക്കോളും. ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കട്ടെ. ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മ. ഒരു 3-4 മാസം വീട്ടിൽ വന്നിരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാകുകയാണെങ്കിലോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നാലും അവിടെ നിന്നാലും ഒന്നും മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും ചോദിക്കില്ല. പിന്നെന്താ? എന്നിട്ട് നിന്റെ പ്ലാൻ എന്താ? സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനാ? പിന്നെ ഇവൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിലോ? മോളെ, ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് നിന്റെ കല്യാണം നടത്തിയത്, അതിന്റെ കടങ്ങനെ ഇനി കഴിഞ്ഞിട്ടില്ല. പിന്നെ നീ ഇങ്ങനെ അവിടെ വന്ന് നിന്നാലേ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കുകയും ചെയ്യും. പിന്നെ അച്ഛൻ ഒരുപാട് വിഷമമാകും. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. മോളെ, ഇപ്പൊ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിന്നെ ഒന്നും അവൻ വേദനിപ്പിക്കുന്നില്ല. അവൻ അവന്റെ പാട് നോക്കുന്നു, അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, എടുക്കുന്നു. നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാലോ. പിന്നെ എന്താ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? എടുത്തു ചാടി ഇപ്പൊ നീ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കണ്ട. അത് വലിയ മണ്ടത്തരമായി മാറും മോളെ. നീ ഒരു കാര്യം ചെയ്യ്, പതുക്കെ 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 അവനെ മാറ്റിയെടുക്ക്. അവൻ പിന്നീട് മാറിക്കോളും. നീ ഇവിടെ വെറുതെ ആലോചിച്ചു പോകണ്ട. അല്ലെങ്കിൽ നിനക്ക് ആലോചന കുറച്ച് കൂടുതലാ. നീ വിളിച്ചപ്പോഴേ എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാ. അച്ഛനോട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. എന്നാ ഞാൻ പോകട്ടെ മോളെ. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോ. ഓ, എനിക്കിപ്പോ ഫുഡൊന്നും വേണ്ട, നീ ഒന്ന് കഴിച്ചു. ഒറ്റയ്ക്ക് എന്ത് കഴിക്കാനാ? എന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അല്ലേ. നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്,
നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ ഒരുമാതിരി ഭാര്യ ചമഞ്ഞന്റെ പുറകെ വരാൻ നിൽക്കരുതെന്ന്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് നീ കഴിക്ക്. എന്നെ നിന്നെ ക്ഷണിക്കാൻ നിൽക്കുന്നത്. ഇനി എത്ര മാസം സമയം എടുക്കും എന്നെ ഒന്ന് ഭാര്യയായിട്ട് കാണാൻ വേണ്ടിയിട്ട്? ഇതിപ്പോ അതറിയാൻ വേണ്ടിട്ട് വന്നാണോ? എടി വെറുതെ എന്റെ സമയം കളയാണ്ടൊന്ന് പോവാൻ നോക്ക്. അവള് സമയം ചോദിച്ചു വന്നിരിക്കുന്നു. അതിന് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ഒരുമാതിരി ഒട്ടും പരിചയമില്ലാത്തൊരു വീട്ടിൽ വിരുന്ന് വന്ന പോലെ നിൽക്കണമെന്നേ ഉള്ളൂ. അതിന് നിന്നോട് ഞാൻ പറഞ്ഞോ ഇവിടെ തന്നെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കാൻ വേണ്ടിട്ട്? നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ? അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വാ. അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുവന്ന പെണ്ണ, ഭാര്യ എന്നുള്ളൊരു പദവി അവകാശപ്പെടാൻ പോലും എനിക്ക് ഇവിടെ അർഹതയില്ല. ഞാനൊന്ന് പുറത്തു പോട്ടോ. ഈ സമയത്തോ? എങ്ങോട്ട് പോവാ? എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോളുന്നുണ്ടോ? ചോദിച്ചേ ഉള്ളൂ. എപ്പോഴാ തിരിച്ചു വരാ? ഞാൻ നാളെ വരണം. നീ ഡോറച്ച് കിടന്നു. നാളെയോ? അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുവോ? നിനക്കിവിടെ ഒറ്റയ്ക്ക് നിന്നാലെന്താണ്? നിന്നെ ഇവിടുന്ന് ആരും പിടിച്ചോണ്ട് എവിടേക്കും പോകില്ല. ഇവിടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട. കഥ അടച്ച് കിടന്നു. അതെ, ഞാൻ കുറച്ച് ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നിലും ശരിയായിട്ടുണ്ട്. അവര് പറഞ്ഞത് ഈ 10-ാം തീയതി മുതൽ ജോയിൻ ചെയ്തോളാനാ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയാൻ നിൽക്കുന്നത്? നിനക്കൊരു ജോലി കിട്ടി, നീ ഒന്ന് ജോയിൻ ചെയ്തോ. അതിനിപ്പോ എന്താ? ആ പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ പറ്റുമോ? അടുത്ത മാസം അവസാനം ആകുമ്പോഴത്തേനെ ഞാൻ ഗൾഫിലേക്ക് പോകും. ഒരു വിസ ശരിയായിട്ടുണ്ട്. ഗൾഫിലേക്കോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിനക്കിവിടെ ജോലി ആയില്ലേ, നീ ഇവിടെ ജോലിക്ക് പോയിക്കോ. ഞാൻ അവിടെയും പോകും. അയ്യോ, എന്നാ പിന്നെ എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? ഞാനിവിടെ നോക്കില്ലായിരുന്നു. ഗൾഫിൽ ഉണ്ടാവൂലേ നല്ല അവസരങ്ങള്? എനിക്ക് കൂടി ഒരു ജോലി ശരിയാക്കിയിരുന്നെങ്കിൽ ഞാനും വരായിരുന്നു. അല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? നിന്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നീ എൻ്റെ കൂടെ അങ്ങോട്ട് വരാണെങ്കിൽ പിന്നെ പോണ്ട കാര്യമുണ്ടോ? ഹലോ. ആ അപ്പൊ നിനക്ക് എൻ്റെ നമ്പറൊക്കെ ഓർമ്മയുണ്ടല്ലേ? മറന്നിട്ടൊന്നുമില്ല. ഞാൻ മറന്നിട്ടൊന്നുമില്ല. നീയല്ലേ എന്നെക്കാളും നല്ലൊരു തന്നെ കിട്ടിയെന്ന് പറഞ്ഞ് ചാടിക്കയറി അങ്ങോട്ട് പോയത്. അല്ലാണ്ട് ഞാനല്ലല്ലോ. എന്തായാലും നീ സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ, അത് മതി. ഞാനൊരു കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ മറന്ന് വേറൊരു ജീവിതം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റണ്ടേ? അതിൻ്റെ ഇടയ്ക്കാണ് നീ ഇങ്ങോട്ട് സ്ഥിരതാമസമായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും അടുത്ത മാസം ഞാൻ ഇവിടുന്ന് പോവുക. വേറെ എവിടേക്ക്? ഗൾഫിലേക്ക്. അതാകുമ്പോൾ പിന്നെ ഇനി ആരെയും ഫേസ് ചെയ്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാണാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റില്ലല്ലോ. ഇന്ന് കാണാമെന്നോ? എവിടെ വെച്ച്? ആ ഞാൻ പറയാം. ശരി. നാട്ടുകാരുടെ മുന്നിൽ ഇനി കൂടിക്കാഴ്ചയും സംസാരിക്കായിട്ട് നാണം കെടാൻ വയ്യ. പക്ഷെ അവളെ കണ്ടിരുന്നെങ്കിൽ മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞിട്ടേ. എന്തിപ്പോൾ ചെയ്യാം? ഒരു വഴിയുണ്ട്. ശ്രുതി, എന്താ? നമുക്കേ ഇവിടെ ഒരു പാർക്കുണ്ട്, ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താ. അവിടെ മരുന്ന് പോയാലോ? പാർക്കിലേക്കോ? ഇത് പതിവില്ലാത്താണല്ലോ. എന്തു പറ്റി? നമുക്കൊന്ന് നടന്നിട്ട് വരാം. എന്തായാലും ഞാൻ അടുത്ത മാസം ഗൾഫ് പോവല്ലേ. അപ്പൊ നിന്നെ എവിടെയും കൊണ്ടുപോയില്ല എന്നൊരു പരാതിയും വേണ്ട. നിങ്ങൾ ഗൾഫ് പോകാൻ നിൽക്കാന്നുള്ള കാര്യം തന്നെ കുറച്ചു നേരം മുമ്പാ ഞാൻ അറിഞ്ഞത്. പിന്നെ പരാതി പറയാൻ മാത്രമുള്ള ബന്ധവും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനും നിങ്ങളുടെ ഒപ്പം നടക്കാൻ വരാനാ? എനിക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണേ പോയിട്ടോ. അതല്ലടാ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്ന് യാത്രയും പറയാ.
പിന്നെ നിന്നെ ഒന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. ഇത്രയും മാസം നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, എന്നെ നിങ്ങൾ ആർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമില്ല. ഇന്നാരാ പുതിയൊരു ഫ്രണ്ട്? നിങ്ങളുടെ കാമുകിയാ? നീ എന്താ അങ്ങനെ പറയുന്നത്? പണ്ടെപ്പോഴും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കൂടെ? അത്രേ ഉള്ളൂ. അവള് തന്നെയാ വരുന്നത്. നീ എന്തായാലും റെഡി ആയിട്ട് വാ, ഒന്ന് പോണം. അത്യാവശ്യം അന്തസ്സുള്ള ആണുങ്ങളെ ഇതുപോലെ കാമുകിമാരെ പാർക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഭാര്യനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകാറില്ല. കഷ്ടം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ് ഉണ്ടാകും. നിങ്ങളൊരു നട്ടലുള്ള ഭർത്താവാണെങ്കിൽ എന്നോട് ഇത് പറയില്ല. നിങ്ങൾക്കിപ്പോ അവളോട് പോയിട്ട് സംസാരിക്കണം. പഴയ കുറെ ഓർമ്മകളൊക്കെ അയവിറക്കി ഒരു യാത്രയും പറഞ്ഞ് കുറച്ച് സെന്റിമെന്റ്സ് അടിച്ചിട്ട് പിരിയണം അല്ലേ? അതിന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരിയായിട്ട് ഞാൻ അവിടെ വേണം. അപ്പൊ പിന്നെ ആരും നിങ്ങളെ കുറ്റം പറയില്ലല്ലോ. കാരണം ഭാര്യന്റെ മുമ്പിലല്ലേ വേറൊരു പെണ്ണോട് സംസാരിക്കുന്നത്. അതിലിപ്പോ ആർക്ക് എന്ത് സംശയം തോന്നാൻ? എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ മാന്യൻ അല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത് എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നാ? ദാ ഈ താലി നിങ്ങൾ എന്ന് എന്റെ കഴുത്തിൽ കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്തെങ്കിലും നിങ്ങൾ നന്നാന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി നിന്ന് തന്നെ ഞാൻ. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഗൾഫിലേക്കുള്ള ഒളിച്ചോട്ടം. പഴയ കാമുകിന്റെ ഓർമ്മകളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട്. ഈ കോമാളിത്തരങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാനാ? ഇനിയും നിങ്ങളുടെ ഭാര്യ എന്നുള്ള ടൈറ്റിലും താങ്ങിയിട്ട് ഞാൻ നടക്കേണ്ട കാര്യം എന്താ? എനിക്കത് വേണ്ട. സാധാരണ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് വരുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ അവളെ തലയിൽ അങ്ങോട്ട് ആവും. ഒന്നാമത് സ്വന്തം വീട്ടിൽ നിന്നേ ആട്ടി ഇറക്കപ്പെടും. പിന്നെ തിരിച്ചു പോകണമെങ്കിൽ അച്ഛന്റെ മുഖം കാണണം, അമ്മേന്റെ മുഖം കാണണം, ആങ്ങളെന്റെ മുഖം കാണണം. ഇനി വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുഖം കൂടി കാണും. പിന്നെ കല്യാണത്തിന് വരുത്തി വെച്ച കടങ്ങൾ, ഒരുപാട് കണക്കുകൾ ഉണ്ടാവും അവർക്ക് പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഈ തല്ലുപൊളിത്തരം. ഇതെല്ലാം സഹിച്ചും പുറത്തിട്ട് നിൽക്കാൻ എനിക്ക് ഇനി വയ്യ. ഞാൻ തിരിച്ചു പോവുക. എന്തായാലും എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അത് മതി ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഞാനെന്താ നിന്നെ വേണ്ടാന്ന് പറഞ്ഞോ? അതോ അവളെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങിയോ? ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞതല്ലേ. അവൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാനിപ്പോൾ എന്തായാലും ഗൾഫിലേക്ക് പോട്ടെ, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേനും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടായാലോ? നമുക്ക് നന്നായിട്ട് ജീവിച്ചൂടെ? നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ. ആ പഴയ ഓർമ്മകളും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ജീവിക്കേ. ലോകം മുഴുവനായിട്ട് കറങ്ങ്. എനിക്ക് വേണ്ടത് ഡിവോഴ്സാണ്.